സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്, എല്ലാം തൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു. സ്വന്തം മകൻ വഴിതെറ്റി പോകുന്ന സമയത്ത് തിരുത്തുകയാണ് വേണ്ടത്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് ശിക്ഷ വാങ്ങി കൊടുക്കണമായിരുന്നു. അതിനു പകരം അവൻ്റെ എല്ലാ തോന്നിയ വശങ്ങൾക്ക് കൂട്ടുനിന്നിട്ട് ഇപ്പോൾ ആ ഫയൽ ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പേരിൽ പാർട്ടിയിൽ പോലും ഞങ്ങൾക്കെതിരെ വിമർശനമാണ്. അതുകൊണ്ടാണ് CM-നെ കാണാൻ പറ്റാതെ വന്നിരുന്നത്. പിന്നെ താനിപ്പോൾ ചോദിച്ചല്ലോ, ഒരുപാട് കളിയാക്കിയല്ലോ, ഇതിനൊക്കെ മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് കുറച്ചു നേരം ഇരുന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ദീപിക വരുമ്പോൾ, മിണ്ടിപ്പോവരുത്, ഇപ്പോൾ സമാധാനമായില്ല, ഇതിന് എല്ലാത്തിനും ഉത്തരവാദി ഞാനാണ് എൻ്റെ മകനെ കൊലയ്ക്ക് കൊടുത്തതെന്നാണ് ഇപ്പോൾ സിദ്ധു പറഞ്ഞിട്ട് പോയതും. പക്ഷെ ഒരു കാര്യം പറയാം ദീപിക, നീ ഇവിടെ കാല് കുത്തിയതിന് ശേഷമാണ് ചന്ദ്രത്തിൻ്റെ താളപ്പഴം ഉണ്ടാകാൻ തുടങ്ങിയത്. വല്ലാത്തൊരു ജന്മം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഈ സമയം അത് ദേവികയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അവളാണെങ്കിൽ വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ട് ഓടിപ്പോവുകയാണ്. പിന്നീട് നന്ദനാണെങ്കിൽ തന്നെ ഇവിടെ നിന്നും വിട്ടയക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടകളോട് കാല് പിടിക്കുമ്പോൾ അതൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞ് ഗുണ്ടകളാണെങ്കിൽ നന്ദന് മറുപടി കൊടുക്കുകയാണ്. അവിടേക്ക് പ്രകാശാണെങ്കിൽ കുറച്ച് പുതിയ വസ്ത്രങ്ങളുമായിട്ട് വരുന്നുണ്ട്. നന്ദൻ, ഇതൊക്കെ ഫിറ്റാകുമോ എന്ന് നോക്ക്, എല്ലാം നല്ല ടോപ്പ് ബ്രാൻഡ്സ് ആണ്, തനിക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തതാണ്, ഫിറ്റ് ആയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റാമെന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് വേണ്ട പ്രകാശ്, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം, പ്ലീസ് എന്നെ ഒന്ന് വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ, അയ്യോ എങ്ങോട്ട് പോവാൻ, അതൊന്നും ശരിയാകില്ല, ഇപ്പോൾ നന്ദൻ ഇവിടെ ഇരുന്നേ മതിയാകോ, കുറച്ച് ദിവസം ഇവിടെ ഇരിക്കേ, ഈ ഇട്ട ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുമ്പോൾ എന്തോ കാണുന്ന ഞങ്ങൾക്കൊരു മുഷിച്ചലും, നന്ദനും ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം. പിന്നെ നന്ദനിവിടെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇവിടെ ഇരിക്കും. ഇനി ചോര ദാഹിക്കുന്ന നിന്റെ ശത്രുക്കളുടെ ഇടയിലേക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് നന്ദൻ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല, എനിക്ക് എൻ്റെ കുടുംബത്തിനെ കാണണം, അവരെന്നെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും, എനിക്കിതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദൻ എതിർപ്പ് കാണിക്കുമ്പോൾ, കുറച്ച് ദിവസം ഇവിടെ കഴിയേണ്ടതാണ്. എന്ത്, കുറച്ച് ദിവസമോ? അല്ല, കുറച്ച് മാസങ്ങൾ, ഒരു 2-3 മാസം. പ്രകാശ്, എന്തീ പറയുന്നത്? 2-3 മാസമോ? അതെ, നന്ദനിവിടെ ഒരു കുറവും വരുത്തില്ലെന്നേ, എല്ലാത്തിനും നന്ദനെ നോക്കാനും പിടിക്കാനൊക്കെ ഇവരുണ്ടല്ലോ. അങ്ങനെ നന്ദനാണെങ്കിൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുകയാണ്, ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാമെന്ന്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ ഗുണ്ടകൾ പിടിച്ച് നന്ദനെ തലങ്ങും വരം കെട്ടി തല്ലുകയാണ്. പ്രകാശ് ആണെങ്കിൽ, ഹേയ് എന്തേ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുണ്ടയെ പിടിച്ച് അടിക്കുന്നുണ്ട്. അങ്ങനെ നന്ദനൊരു കളി കളിച്ചതല്ലേ, ഇതിൽ എന്തത്ര തെറ്റ്? നന്ദൻ എവിടേക്കും പോകുന്നില്ല. പ്രകാശ് പ്ലീസ്, എനിക്ക് എൻ്റെ വീട്ടുകാരെ കാണണം, ഒരു 2 ദിവസം ഞാൻ അവരോട് പോയിട്ട് ഇരുന്നിട്ട് പിന്നീട് തിരിച്ച് വന്നോളാം, കാര്യങ്ങളൊക്കെ പറഞ്ഞ്, നീ നല്ലവനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. നന്ദൻ ഇവിടെ സമാധാനത്തോടെ ഇരിക്കും, പിന്നെ ഇനി കുറുമ്പ് കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നന്നായി നോക്കണമെന്നൊക്കെ പറഞ്ഞ് ആ ഗുണ്ടകളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രകാശ് ആണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. നന്ദന് കാര്യം മനസ്സിലാവുന്നുണ്ട്, പെട്ടുപോയെന്ന്. അങ്ങനെ ഇസബലയും കെവിനും ചേർന്ന് ഋഷിയുടെയും നന്ദൻ്റെയും തിരോധാനത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വലിയൊരു ചുഴലിക്കാറ്റിൻ്റെ നടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഉരുണ്ടു കൂടുന്നതിന് മുമ്പായിട്ട് രക്ഷപ്പെട്ടേ മതിയാകൂ. എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ പുറകിൽ ആ അരുന്ധതി മേഡം തന്നെയാണെന്ന. നന്ദിനെയും ഋഷിയെയും മാറ്റി നിർത്തിയിരിക്കുകയാണ്, എന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇസബല്ല, എന്തിനാ അവരങ്ങനെ ചെയ്യുന്നത്? അത് പിന്നെ അവരിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഋഷിയുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ പിന്നിൽ നമ്മുടെ ലക്ഷ്യമാണെന്നും നമ്മളാണ് ഋഷിയെ ഈ കുഴിയിൽ കൊണ്ട് ചാടിച്ചെന്നൊക്കെ. അപ്പം അതിൻ്റെ പക തീർക്കാനായിട്ടും നമ്മളെ ഒറ്റയ്ക്ക് കേസിൽ കൊടുക്കാനായിട്ടുള്ള അവരുടെ തന്ത്രങ്ങളാണെങ്കിലോ. ഇത് കേട്ട് കെവിൻ പറയണം, എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്, ഇതിന് പുറകിൽ നമ്മൾ ആരും ചിന്തിക്കാത്ത മറ്റാരോ ഉണ്ട്, അത് നമ്മൾ ആദ്യം കണ്ടെത്തണമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇസബല്ലയാണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ്. ഋഷി എവിടെയാണെന്നുള്ള സൂചനയെങ്കിലും കിട്ടേണ്ടടാ, അല്ലാണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ കെവിൻ പറയുന്നുണ്ട്, ഇപ്പം ഇതിലൊന്നും എടുത്ത് ചാടണ്ടായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. ഇസബല്ലയ്ക്ക് തൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താ ഉദ്ദേശിച്ച്? അല്ല, ഇതൊന്നും വേണ്ടായിരുന്നു, എല്ലാം കൂടി തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ, ആണോ, എങ്കിൽ പിന്നെ നീ ഒഴിവാക്കിയിട്ട് പോയിക്കോ, നിനക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെങ്കിൽ നീ പാതി വഴിയിൽ എല്ലാം ഉപേക്ഷിച്ച് പോയിക്കോ. ഇസബല്ല, നീ ചൂടാവാൻ വേണ്ടി പറഞ്ഞതല്ല, നോക്ക്, ഈ നിമിഷം മുതൽ നിന്റെ കൂടെ എല്ലാത്തിനും ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് കട്ടയ്ക്ക് തന്നെ കെവിൻ ഇസബലയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഭാർഗവി ആണെങ്കിൽ ചന്ദ്രവത്ത് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. രാത്രിയാണ് വരുന്നത്. ദേവികയെ കണ്ട് ഭാർഗവി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ദേവിക, നീ ശരിക്കും അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ, ആൻറ്റി എല്ലാവരും എന്താ എന്നോട് ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്? അത് പിന്നെ നീ MLA അല്ലേ, നിനക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളത്? MLA-യേക്കാൾ വലിയ ആളല്ലേ പുറത്ത് നിൽക്കുന്നത്, അയാളോട് പോയി ചോദിക്കേ എന്നൊക്കെ പറഞ്ഞ് ദേവിക തിരിച്ചടിക്കുമ്പോൾ അവിടേക്ക് പ്രഭാവതി വരികയാണ്.
പ്രഭയാണെങ്കിൽ ഇതൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. ദേവിക, നിനക്ക് ഒട്ടും വിഷമമില്ലേ? നീ വലിയ ആള് കളിച്ചിരുന്നല്ലോ. എസ്തപ്പാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നന്ദനെ മാറ്റി നിർത്തിയിട്ട് വലിയ കേമായിരുന്നു എന്നാണ് നീ അന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം മനസ്സിലായില്ലേ നീ ചെയ്തത് വെറും മണ്ടത്തരമാണെന്ന് എന്നൊക്കെ പറഞ്ഞ് ദേവികയോട് വഴക്കിട്ട് കൊണ്ടിരിക്കുകയാണ് ഭാർഗവി. എങ്കിൽ ആൻറ്റി ഒരു കാര്യം ചെയ്യേ, ഞാനാകുമ്പോൾ എന്നോട് എന്തു വേണമെങ്കിലും പറയാലോ, എൻ്റെ തലയിൽ കയറി നിരങ്ങാലോ. ആൻറ്റിക്ക് ധൈര്യമുണ്ടോ ആ പുറത്ത് നിൽക്കുന്ന സിദ്ധാർത്ഥൻ എന്ന മനുഷ്യനോട് പോയിട്ട് സംസാരിക്കാൻ? പറ്റില്ല അല്ലേ? കാരണം നല്ല തക്കതായിട്ടുള്ള മറുപടി കിട്ടുമെന്ന് ആൻറ്റിക്ക് നന്നായിട്ട് അറിയാം. ദേ നോക്ക്, ക്ഷമിക്കുന്നതെന്ന് കരുതിയിട്ട് ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. വെറുതെ എൻ്റെ തലയിൽ കയറി നിരങ്ങാൻ നിൽക്കണ്ട ആൻറ്റി. ഞാൻ ഇനി ക്ഷമിച്ചു തരില്ല. പിന്നെ എൻ്റെ മനസ്സിനുള്ളിൽ എന്താണെന്നുള്ള കാര്യം എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. തെളിവ് സഹിതം ബോധ്യപ്പെടുത്താനും പോകുന്നില്ല. അതുകൊണ്ട് ആൻറ്റിയുടെ വഴിക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ദേവികയാണ് ദേഷ്യപ്പെടുകയാണ്. അവിടേക്ക് പ്രഭാവതി വന്ന് പറയുന്നുണ്ട്, ഭാർഗവി, ആരെയും ഒന്നും പറയാൻ നിൽക്കണ്ട, ആരും ഒന്നും ചെയ്യാനും പോകുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ദേവികയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഭാർഗവിയാണെങ്കിൽ പ്രഭയെ കുറച്ചുകൂടി തീപ്പൊരി കയറ്റി കൊടുക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ദേവിക ഈ കേസിൽ ഉഴപ്പുന്നുണ്ടോന്നൊരു സംശയം. എനിക്കങ്ങനെ തോന്നുന്നില്ല ഭാർഗവി. അവൾക്കും ഈ പറയുന്ന നന്ദനെ കാണാത്തതിൽ നല്ല വിഷമമുണ്ടെന്നൊക്കെ പറയുമ്പോൾ രാധികയെ വിളിച്ച് ഒന്ന് അന്വേഷിക്കണം. ഇസബലയുമായിട്ടുള്ള കേസിൽ ഇനിയിപ്പോൾ ദേവികയ്ക്ക് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടായിരിക്കുമോ, നമുക്ക് മുന്നിലൊക്കെ അഭിനയിക്കുകയാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് പ്രഭയെ വീണ്ടും തെറ്റിദ്ധാരണ പരത്തുകയാണ് ഭാർഗവി ചെയ്യുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ആത്മാർത്ഥമായി തന്നെ അവൾ നന്ദനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭാർഗവി അവിടെ നിന്നും പോവാനായിട്ട് പറയുന്നുണ്ട്. മുരളിയും വിളിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഋഷിയെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു ആളെയാണ്. അയാളാണെങ്കിൽ ഋഷിക്ക് ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഋഷിയാണെങ്കിൽ അത് അവഗണിക്കുന്നു. എന്താടാ ചെറുക്ക, നിനക്ക് ഫുഡ് കഴിക്കാൻ വയ്യാലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാളാണെങ്കിൽ ഋഷിയുടെ ചെകിടത്തടിക്കുകയാണ് ചെയ്യുന്നത്. ഋഷിയാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ അയാളെ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.